മതവിദ്വേഷ കലാപ ആഹ്വാന കേസുകളിൽ പോലീസ് നടപ്പാക്കുന്നത് ഇരട്ടനീതി. ഭരണഘടനാ അവഹേളനവും ഹൈന്ദവ വിരുദ്ധ പരാമർശവും നടത്തിയ CPM നേതാക്കൾക്ക് സംരക്ഷണമൊരുക്കിയ സമീപകാല ചരിത്രമാണ് പോലീസിനുള്ളത്. ഈ വിഷയത്തിൽ മുൻമന്ത്രി സജി ചെറിയാനും മുൻ സ്പീക്കർ എൻ ഷംസീറിനും സംരക്ഷണമൊരുക്കിയതാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയ നിരീക്ഷകൻ TG മോഹൻദാസിനെതിരെ കലാപാഹ്വാന കേസടക്കം ചുമത്തിയ പോലീസ് കടുത്ത മതവിദ്വേഷ പ്രചാരണങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തിയ CPM കോൺഗ്രസ് നേതാക്കൾക്ക് കാലങ്ങളായി സംരക്ഷണ കവചങ്ങൾ ഒരുക്കുകയാണ്. 2022 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടന്ന യോഗത്തിലായിരുന്നു മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ച് പോസ്റ്റിട്ടത്. പിന്നീട് സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്ക് വരെ ചെന്നെത്തിയെങ്കിലും നിയമ നടപടികളൊന്നുമെടുക്കാതെ ക്രൈംബ്രാഞ്ചും ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഈ ഫാക്ടറി ജോലിയെടുക്കുന്ന തൊഴിലാളിക്ക് കൂലി ചോദിച്ചാൽ, സമരം ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന ജുഡീഷ്യറി. നിങ്ങളുടെ കേസുമായിട്ട് പോരാളി ചെയ്താൽ പോരാളിക്ക് അനുകൂലമായിട്ടാണ് ജുഡീഷ്യറി വിധി പറയത്തുള്ളൂ. ജുഡീഷ്യറി അവരോടുണ്ടോ ഉടനെ കോടതി വിധിക്കും. ഗണപതി മിത്താണെന്ന് സ്പീക്കറായിരിക്കെ എൻ ഷംസീർ നടത്തിയ വിവാദ പ്രസ്താവന വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടും ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചതിന് കേസുകളൊന്നും ഷംസീറിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. മനുഷ്യന്റെ ശരീരവും ആനയുടെ പോലുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. മീശ നോവലിലൂടെ ക്ഷേത്രത്തിൽ പോകുന്ന ഹൈന്ദവ സ്ത്രീകളെ അവഹേളിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയത്. വിവിധ ഹൈന്ദവ സമുദായ സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടും പോലീസ് അനങ്ങാപ്പാറ നയമായിരുന്നു സ്വീകരിച്ചത്. മതമാണ് 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 പ്രശ്നമെന്ന് പ്രസംഗിച്ച് താനൊരു കടുത്ത മതവാദിയാണെന്ന് പ്രഖ്യാപിച്ചുള്ള പ്രസംഗം നടത്തിയ മുസ്ലിം ലീഗ് നേതാവും നിലവിലെ മന്ത്രിയുമായ KM ഷാജിക്കെതിരെയും ഇതുവരെ കേസുകളില്ല. പോലീസിന്റെ ഇരട്ടത്താപ്പുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ തിരിച്ചു പറയണത് എന്താണ്? മതമല്ല 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 പ്രശ്നമല്ലേ പറയേണ്ടത്? പോയി പണി നോക്കണോ. എനിക്ക് എന്റെ മതം പ്രശ്നമാണ്, എന്റെ വിശ്വാസം എനിക്ക് വലുതാണ്, എന്റെ ജീവനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഞാനത് മാറ്റി പറയില്ല. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കും. കൊക്കില് ജീവനുണ്ട്, തിരിച്ചു പിടിച്ചിരിക്കും. മാറ്റി പറയില്ലടോ. ജനം, കൊച്ചി.